ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ടുഡേ സ്പെഷ്യൽ കേട്ടോ, ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. എന്താ ചക്ക ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതാണ്, ഇന്ന് ഉണ്ടാക്കാൻ പോവുക കേട്ടോ. കേട്ടോ, ഇതിൽ മഞ്ഞൾപ്പൊടി 1 സ്പൂണ് ഇടുന്നത് കേട്ടോ, പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് മുളക് പൊടി കേട്ടോ. പച്ചമുളക് അരച്ചിട്ടും ചേർക്കാം കേട്ടോ, ഞാൻ മുളകും പൊടി ഇടണ എളുപ്പം. കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ, മതി. ഇനി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4 വിസിൽ മാക്സിമം വേണം കേട്ടോ. പിന്നെ നമ്മൾ ചക്കയിലേക്കുള്ള ചക്കക്കറി ഉണ്ടാക്കാൻ, ചക്ക കൂട്ടാനാട്ടോ, ചക്കക്കറിയല്ല, ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ തേങ്ങ, നല്ല ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി കേട്ടോ, ഒരുപാട് എടുത്തില്ല. വെളുത്തുള്ളി, നല്ല ജീരകവും തേങ്ങ മിക്സിയിലടിച്ചിട്ട് ഇനി ചക്കക്കറി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ചക്ക റെഡിയായ ചക്കക്കൂട്ടാൻ, ഇന്നത്തെ ടുഡേ സ്പെഷ്യൽ ചക്കക്കൂട്ടാൻ. തേങ്ങയും നല്ല ജീരകവും വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടെ അരച്ച് ചേർത്ത് നല്ല വെട്ടി തിളപ്പിച്ച് ഉണക്കമുളകും കടുകിലും വറവും ഇട്ട്, കറിവേപ്പില ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് കറിവേപ്പില പറിക്കാൻ പറ്റില്ല എന്ന് പണ്ട് മുതൽക്കുള്ള ആൾക്കാർ പറയാം, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. അടിപൊളി ടേസ്റ്റ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കേട്ടോ. ചക്കയും സമ്മന്തി, ഞാനൊരു സമ്മന്തി അരച്ചിട്ടുണ്ടെന്ന്, അത് വീഡിയോ ഇട്ടില്ല, പിന്നെ ഒരു ദിവസം റെസിപ്പി ഇടാം കേട്ടോ. ഉണക്കമുളകിൻ്റെ ചമ്മന്തി, ഈ ചമ്മന്തിയും ചക്കയും കൂടും, വാ അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല മത്തിക്കറി ഉണ്ട് കേട്ടോ, മാങ്ങയൊക്കെ ഇട്ട മത്തിക്കറി. ഇതാ ഉണ്ടോ മാങ്ങ, നല്ല മാങ്ങ കഷ്ണം, വെളുത്തുള്ളിയൊക്കെ ഇട്ട മത്തിക്കറി ചക്കയിലേക്ക് ഏറ്റവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ചക്കയും ചമ്മന്തിയും മുളകിട്ട മത്തിക്കറി, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റ്, സൂപ്പർ.